ആഭ്യന്തര കലാപം രൂക്ഷമായ ബംഗ്ലാദേശിൽ നിന്നും പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പറന്ന ഷെയ്ഖ് ഹസീനയുടെ സഞ്ചാരപഥം സാധാരണക്കാർ പോലും അറിഞ്ഞത് ഫ്ലൈറ്റ് റഡാർ 24 എന്ന ആപ്പ് വഴിയാണ്. 50,000-ലേറെ പേരാണ് ബംഗ്ലാദേശ് എയർഫോഴ്സിൻ്റെ C-130J എന്ന വിമാനത്തെ തത്സമയം ട്രാക്ക് ചെയ്തത്. ലോകമാകെ പറക്കുന്ന വിമാനങ്ങളുടെ നാവിഗേഷൻ ഡേറ്റ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാക്കിംഗ് സേവനങ്ങളിൽ ഒന്നാണ് ഫ്ലൈറ്റ് റഡാർ 24. വിമാനങ്ങളുടെ തത്സമയ യാത്രാപഥം, ഭൂമിയിൽ നിന്നുമുള്ള ഉയരം, വേഗം, റൂട്ട് അടക്കം ആപ്പിലും വെബ്സൈറ്റിലും കാണാം. ആപ്പ് തുറന്ന് GPS ഓണാക്കിയാൽ നമ്മുടെ തലയ്ക്ക് മീതെ വിമാനങ്ങൾ നീങ്ങുന്നത് കാണാം. അതിൽ ടാപ്പ് ചെയ്താൽ ഉയരം, പുറപ്പെട്ട സമയം, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയം ഉൾപ്പെടെ എല്ലാം അറിയാം. ഫ്ലൈറ്റ് നമ്പർ, റൂട്ട്, രാജ്യം അടക്കം വിമാനങ്ങൾ സെർച്ച് ചെയ്യാനും സാധിക്കും. എങ്ങനെയാണ് ഫ്ലൈറ്റ് റഡാർ 24 ആപ്പിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. വിമാനങ്ങളിലെ ADS-B അഥവാ ഓട്ടോമാറ്റിക് ഡിപ്പെൻഡൻറ്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് ട്രാൻസ്പോണ്ടറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ ഉപഗ്രഹ റഡാർ ഡേറ്റയും ഉപയോഗപ്പെടുത്തും. വിമാനത്തിൻ്റെ ഉയരം, വേഗം, GPS ലൊക്കേഷൻ, കോൾ സൈൻ എന്നിവ നിശ്ചിത റേഡിയോ ഫ്രീക്വൻസിയിൽ ട്രാൻസ്പോണ്ടർ വിനിമയം ചെയ്യും. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ള 40,000 റിസീവറുകൾ സ്വീകരിക്കും. എല്ലാ വിമാനവും ഈ ആപ്പിലൂടെ കാണാൻ കഴിയുമോ? പൊതുവെ യാത്രാ വിമാനങ്ങളാണ് ട്രാൻസ്പോണ്ടർ വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. മിലിറ്ററി, VIP വിമാനങ്ങൾ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തായിരിക്കും യാത്ര. ട്രാക്കിംഗ് വിവരങ്ങൾ പുറത്തുവിടുന്നത് തടയാനായി US-ലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് ലിമിറ്റിംഗ് എയർക്രാഫ്റ്റ് ഡേറ്റ ഡിസ്പ്ലേ എന്ന ബ്ലോക്കിംഗ് ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റിലുള്ള വിമാനങ്ങൾ ഫ്ലൈറ്റ് റഡാർ 24 കാണിക്കാറില്ല.